നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ആദിപരാശക്തിയുടെ 9 ഭാവങ്ങളെ 9 ദിവസങ്ങളായിട്ട് ആരാധിക്കുന്ന സമയമായ നവരാത്രി കാലത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ദേവി ഉപാസനയ്ക്കും ദേവി പ്രീതിക്കുമുള്ള ഉത്തമ മാർഗ്ഗമാണ് നവരാത്രി വ്രതം. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞ് വരുന്ന പ്രഥമ മുതൽ നവമി വരെയുള്ള വെളുത്തപക്ഷത്തിലെ തിഥികളാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത്. ദുർഗാഷ്ടമി നാളിൽ ദുർഗയായും, മഹാനവമി ദിനത്തിൽ ലക്ഷ്മിയായും, വിജയദശമി ദിനത്തിൽ സരസ്വതിയായും ആരാധിക്കാറുണ്ട്. ചന്ദ്രദശ, ചൊവ്വാദശ, ശുക്രദശ എന്നീ ദശാകാലങ്ങളിൽ ജീവിതം മുന്നോട്ട് പോകുന്നവർ നവരാത്രി കാലത്ത് വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമായ ഒരു ദോഷപരിഹാരമായിട്ട് കരുതപ്പെടുന്നു. വ്രതകാലങ്ങളിലൊക്കെ ഭദ്രദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഭദ്രദീപം എന്ന് പറഞ്ഞാൽ 5 തിരിയിട്ട നിലവിളക്ക് തെളിയിക്കുക. ഈ 2 തിരികൾ കൈകൂപ്പുന്ന വിധത്തിൽ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, വടക്ക് കിഴക്ക്, അതായത് ഈശാനകോണ് എന്നീ ദിശകളിൽ തിരിയിടണം. വിളക്ക് തെളിയിക്കുമ്പോൾ ആദ്യം കിഴക്കേ കോണിലെ തിരി തെളിയിക്കണം. പിന്നെ പ്രദക്ഷിണമായിട്ട് തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, വടക്ക് കിഴക്ക് ഈ ക്രമത്തിലാണ് തിരി തെളിയിക്കേണ്ടത്. അതാണ് ഭദ്രദീപം എന്ന് പറയുന്നത്. വിജയദശമി നാളെ സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് നിലവിളക്കിന് മുന്നിരുന്ന് ദേവീസ്തുതികൾ ജപിക്കണം. ലളിതാ സഹസ്രനാമമൊക്കെ അറിയാമെങ്കിൽ അത് ജപിക്കാം. മത്സ്യമാംസാദികൾ വർജിക്കേണ്ടതാണ്. സാധ്യമെങ്കിൽ വ്രതമായിട്ട് തന്നെ എടുക്കുന്നത് നന്നായിരിക്കും. അരിഭക്ഷണം ഒരു നേരമാക്കിക്കൊണ്ട് വ്രതമെടുക്കാം. നല്ല ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഉണ്ടായിരിക്കണം. ദേവീക്ഷേത്രത്തിൽ കുളിച്ച് തൊഴുന്നതും വളരെ ശ്രേഷ്ഠമാണ്. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ നവരാത്രി വ്രതം സഹായകരമാണ്. ആസുര ശക്തികൾക്ക് മേൽ പരാശക്തിയുടെ വിജയസൂചക വിജയദശമി വിശ്വാസികൾ അതിപ്രധാനമായിട്ടാണ് കരുതുന്നത്. അന്ന് പ്രഭാതത്തിൽ പൂജ വെച്ച പുസ്തകങ്ങളും നമ്മുടെ പണിയായുധങ്ങളും ഒക്കെ ഭഗവതിയുടെ പ്രസാദമായിട്ട് സങ്കല്പിച്ച് പൂജ കഴിഞ്ഞ് തിരികെ എടുക്കുന്നു. വിദ്യയ്ക്കും ഐശ്വര്യത്തിനും സർവ്വവിജയത്തിനും വേണ്ടിയിട്ട് വിശേഷാൽ പ്രാർത്ഥനകളും പൂജകളും ഒക്കെ നടത്താറുണ്ട്. കേരളത്തിൽ അന്ന് പ്രഭാതത്തിൽ മഹാസരസ്വതി പൂജ, കുട്ടികളുടെ വിദ്യാരംഭം എന്നിവയാണ് നടക്കുന്നത്. ക്ഷേത്രങ്ങളിൽ അന്ന് ഭഗവതിയെ മഹാസരസ്വതിയായിട്ട് അണിയിച്ചൊരുക്കി ആരാധിക്കുന്നു. ഭക്തർ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഈ ദിനം വളരെ ഉത്തമമായിട്ട് കരുതുന്നു. രാവിലെ ഗണപതി പൂജയോടെയാണ് പൂജ ആരംഭിക്കുന്നത്. അതിനുശേഷം സരസ്വതി ദേവിയെ സങ്കല്പിച്ച് പ്രാർത്ഥന നടത്തുന്നു. കുട്ടിയെ മടിയിലിരുത്തിയ ശേഷം ഗുരു സ്വർണ്ണമോതിരം കൊണ്ട് നാവിൽ ഹരിശ്രീ എന്ന് എഴുതുന്നു. ഹരി എന്നത് ദൈവത്തെയും ശ്രീ എന്നത് മഹാലക്ഷ്മിയെയും സൂചിപ്പിക്കുന്നു. അതായത് അഭിവൃദ്ധിയെയും സമ്പത്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു. അതിനുശേഷം കുട്ടിയുടെ വലത് കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് ധാന്യങ്ങൾ നിറച്ച പാത്രത്തിൽ ഓം ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ എന്ന് എഴുതി. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീം വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഈ സ്തോത്രം ചൊല്ലി സരസ്വതിയെ നമുക്ക് സ്തുതിക്കാം. ഇനി സരസ്വതിയെ പ്രാർത്ഥിക്കാനുള്ള മന്ത്രം കൂടെ പറയാം. ബുദ്ധിം ദേഹി യശോ ദേഹി കവിത്വം ദേഹി ദേഹി മേ മൂഢത്വം സംഹര ദേവി ത്രാഹി മാം ശരണാഗതം. ബുദ്ധിം ദേഹി യശോ ദേഹി കവിത്വം ദേഹി ദേഹി മേ മൂഢത്വം സംഹര ദേവി ത്രാഹി മാം ശരണാഗതം. ഇപ്രകാരം സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുക, വ്രതം പൂർണ്ണമാക്കുക.